നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഫണ്ട് ലാപ്സായതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ മറുപടിയുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് തന്നെയാണ് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ പോയതെന്നും മാസങ്ങളോളം എഞ്ചിനീയറിംഗ് വിങ് ഇല്ലാതെ നാമമാത്രമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും വെച്ചാണ് പഞ്ചായത്ത് പ്രവർത്തിച്ചതെന്നും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ടുഡേ ന്യൂസിനോട് പറഞ്ഞു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. തുടർച്ചയായ വർഷങ്ങളിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഫണ്ട് ലാപ്സായതുമായി ബന്ധപ്പെട്ടാണ് ഭരണ പ്രതിപക്ഷ പോര് മുറുകുന്നത്. ഫണ്ട് നഷ്ടമാവാൻ കാരണം സർക്കാരാണെന്ന് ഭരണപക്ഷം നിഷ്ക്രിയരായതാണ് കാരണമെന്ന് പ്രതിപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തിയിരുന്നു. വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം തെറ്റാണെന്നും ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് തന്നെയാണ് പദ്ധതികൾ മുടങ്ങിയതും പണം നഷ്ടപ്പെട്ടതെന്നും അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ടുഡേ ന്യൂസിനോട് പറഞ്ഞു. 11 ദിവസത്തോളമാണ് എയുടെ കസേര ഒഴിഞ്ഞുകിടന്നതെന്നും എന്നിട്ടും പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്തത് പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേടാണെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. എന്നാൽ ഉണ്ടായതുകൊണ്ട് മാത്രം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്നും എഞ്ചിനീയറിംഗ് വിങ് ആണ് വേണ്ടതെന്നും ഓവർസിയർ ഇല്ലാതെ മാസങ്ങളോളം പദ്ധതികൾ മുടങ്ങിപ്പോയെന്നും ഷബീർ കറുമുക്കിൽ പറഞ്ഞു. വരും വർഷത്തെ പദ്ധതിയെ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയെ നടപ്പാക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ മെമ്പർമാരോ അല്ല എസ്റ്റിമേറ്റ് എടുക്കേണ്ടത്. ഞങ്ങൾ കൃത്യമായി വാർഡിലെ ഗ്രാമസഭ കൂടി, നമ്മുടെ ആസൂത്രണ സമിതി കൂടി, അതുപോലെ തന്നെ വികസന സെമിനാർ കൂടി, വർക്കിംഗ് ഗ്രൂപ്പ് കൂടി നമ്മൾ പദ്ധതി തയ്യാറാക്കി പദ്ധതിക്ക് അംഗീകാരം വെച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ നിന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇറങ്ങിപ്പോയെന്ന പ്രതിപക്ഷത്തിന്റെ വാദം തെറ്റാണെന്നും സ്വകാര്യ ആവശ്യത്തിനു വേണ്ടിയാണ് താൻ പോയതെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെലീന താണിയൻ പറഞ്ഞു. ഈ വർഷം മാത്രം 113 ലക്ഷമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നിന്നും ലാപ്സായത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.